എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. നല്ല മൂടി കെട്ടിയ ആകാശം കേട്ടോ, എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം. ഇപ്പൊ രാവിലെ ഇതാ ഒരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടാ. ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ തന്നെയാണ്. സനക്കുട്ടി ശരീരം അത് കള്ളാം, അതടിപൊളി. സനക്കുട്ടി ഒന്നും കഴിക്കില്ലല്ലേ? കഴിക്കോ? പറഞ്ഞു കൊടുത്തേ, കഴിക്കോ? കഴിക്കും. ഓറഞ്ച്. എന്താണിത്? ഓറഞ്ച്. ഓറഞ്ച്. തലയിലൊക്കെ രാവിലെ കെട്ടി വെച്ച് നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കും കേട്ടാ. കുറച്ച് കഴിയുമ്പോ ചൂടെന്ന് പറഞ്ഞിട്ടേ രണ്ടിനെ വലിച്ച് എവിടെങ്കിലും എറിഞ്ഞിട്ട് പോവാണ്. പിന്നെ നമ്മളുടെ ഗ്യാസ് സർവീസ് ചെയ്യാൻ ആള് വരും എന്ന് പറഞ്ഞ് മതിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? നമുക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, മാവിരിപ്പുണ്ട്. ഞങ്ങൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അല്ല, ഗ്യാസ് അത് സർവീസിന്റെ ആളൊന്നും വേറെ ഉണ്ട്. അവര് വരുമ്പം ചൂടായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മാറ്റാൻ പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറയില്ലേ, എന്റെ ഗ്യാസ് അത് എന്റെ എന്ത് പറയാൻ സമയദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിക്ക് എന്നെ വഴക്കുറേ, അങ്ങനെ ഒരു ദോഷം ഇല്ല എന്ന് പറയും. ഈ പറഞ്ഞ മാതിരി നമ്മള് ഈ അടുപ്പെടുത്തപ്പോഴേ എനിക്കൊന്ന് അതില് ചിലപ്പോ നമ്മൾ ഈ ചില പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡാമേജ് ഉള്ളത് ഇല്ലാത്തത് കാണുമല്ലോ. എന്റേത് ചിലപ്പോ ഡാമേജ് ആയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. അതാണ് ഈ ഇടക്കിടക്ക് എനിക്ക് പണി കിട്ടുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ബ്രാൻഡ് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ അതിലാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. സാറൊക്കെ എന്ത് പറയുന്നത്? കാരണം ബ്രാൻഡ് എടുത്ത് നീ പിന്നെ ഇടയ്ക്ക് പറഞ്ഞില്ലേ നമുക്ക് മാറ്റി വേറൊന്ന് വാങ്ങിക്കാന്ന്. അത് വാങ്ങിച്ചാലും ഇപ്പം പിന്നെ ഇതുപോലെ 3-4 മാസം കഴിയുമ്പോൾ കംപ്ലൈന്റ് വന്നുകൂടായില്ല. അപ്പൊ ഇത് ഇതിപ്പോ സർവീസ് ചെയ്യുമ്പോ എത്ര രൂപ കൂടിപ്പോ എത്ര രൂപ? 2 രൂപ ആവും. ഞാൻ അന്നേ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയും, ഞാൻ വാങ്ങിച്ചപ്പോ ഇത് 35,000 36 രൂപയായിരുന്നു, 36,000 രൂപ. പക്ഷെ ആ സംഭവം ഞാൻ ഇത് കേട വന്നപ്പോഴേ നിസാറിക്കടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫേബറിൽ നിന്നൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ബോഷിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം ആണുങ്ങളല്ലേ, അവരെന്ത് പറയും? നിസാറിക്ക് എന്റെ അടുത്ത് പറഞ്ഞ എന്തറിയോ, നീ ഇത്രയും വില കൂടി ഒരു ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചിട്ട് അത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് വെക്കുന്നതിനെക്കാളും അവര് സർവീസ് ചെയ്ത് അവർ ശരിയാക്കി തരാണെങ്കിൽ കൂടി 2,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു. അല്ല അത് ശരി. നമ്മൾ ഇത് കഴിഞ്ഞ ഒരു കാലാവധി കഴിഞ്ഞ 8 കൊല്ലം ആയെങ്കിൽ മാറ്റേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതിപ്പോ അധികം ആയിട്ടില്ല. ഇതിപ്പോ നോക്കിക്കോ, അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോ അതും 2 കൊല്ലം കഴിയുമ്പോ ഇതേ കംപ്ലൈന്റ് വരും. അറിയത്തില്ല, എന്തായാലും നോക്കാം. അതുകൊണ്ടാണ് അടുക്കള കയറാൻ. അപ്പൊ അതുകൊണ്ടാണ് അടുക്കള കയറാതെ ഇങ്ങനെ ആലോചിച്ചോണ്ട്. കുഞ്ഞു ഫ്ലെയിം വരുമ്പോ നമുക്ക് കുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. തന്നെ ചുമ്മാതെ ഈ പേരൊക്കെ പറഞ്ഞിട്ട് പൂ പറിക്കും കേട്ടാ. പൂവിനെ ഇങ്ങനെ പിച്ചി കളിക്കും. ശരിയല്ലേ? ഈ ചെടിയൊക്കെ നോക്കി മോള് നോക്കാന്ത് ചെടി. അതില് ബട്ടർഫ്ലൈ വന്നിരിക്കുമ്പോ സനക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇനി വരാനാ? എന്തിന് അവിടെ വരാനാ? വരാനാ? അവിടെ വന്ന് വീഡിയോ എടുക്കാൻ തന്നെ മോളെ ഫലോ അവിടെ ഫോൺ എടുത്ത് വീഡിയോ എടുത്തേ. സനക്കുട്ടിയുടെ മോളുടെ എടുത്തേ. മോളെടുത്ത് ആ ഫ്ലവർ താഴെ കണ്ട് താഴെ മഴ പെയ്ത് വെള്ളമൊക്കെ ഇവിടെ നിന്നെടുക്ക. ഇവിടെ നിന്ന് നോക്കട്ടെ. പറഞ്ഞതുകൊണ്ട് എടുക്കത്തില്ല അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിൽ കുറച്ച് മാവിരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഒന്ന് പുതിയ രൂപത്തിലാക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് കരുതിയേ. അപ്പം ഞാൻ അതൊന്ന് പെട്ടെന്ന് ആയിക്കോളൂല്ലോ. ആ സമയം തന്നെ അപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാവേയുള്ള എല്ലാവർക്കും തികച്ചെടുക്കാമെന്നുള്ള. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. എപ്പോഴൊന്നും ഇങ്ങനെ ഭയങ്കര ലാവിഷായിട്ടുള്ള ഫുഡൊന്നും ആയിരിക്കത്തില്ല. ഇതുപോലെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കും കേട്ടോ. പിന്നെ പലരും എൻ്റെ അടുത്ത് ഈ കാസ്റ്റ് അയൺ ചട്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ കാസ്റ്റ് അയൺ അപ്പച്ചട്ടിയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം അതിൽ നമ്മൾ വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണെങ്കിൽ അത് അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ ആകുമ്പം അപ്പം നമുക്ക് ഈസി ആയിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. സനക്കുട്ടി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് ദേഹത്ത് മൊത്തം വെള്ളമാക്കി. അങ്ങനെ ഫാബി മോള് അവളെ ഡ്രസ്സൊക്കെ മാറിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കണേ. ഇങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരം കേട്ടോ. സനക്കുട്ടിയാണെങ്കിൽ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത് നിന്ന് പിടിച്ചു കുടിച്ചാൽ പറയുവേ, നമ്മളുടെ അടുത്ത് പറയും ഗ്ലാസ് തന്നിട്ട് നമ്മളുടെ അടുത്ത് മാറിക്കോളാൻ. പിന്നെ ഈ ചട്ടി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് കഴുകിയിട്ട് വെറുതെ കൊണ്ടുവന്ന് കമഴ്ത്തി വെച്ച് കളയരുത്.
അതിൽ എണ്ണ തടവി തന്നെ വെക്കണം. പിന്നെ അപ്പം വിട്ട് കിട്ടാത്തവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ കുറച്ച് ബട്ടർ അതിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം വേഗം ഇളകി കിട്ടും. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്റെ വീഡിയോ എടുക്കാണോ? എന്താ ചെയ്യാ സനക്കുട്ടി? ഹായ് സനക്കുട്ടി എങ്ങനെ പറയണേ? ഹായ് എങ്ങനെ പറയണേ? ഹായ്. ഓക്കെ എങ്ങനെ പറയണേ? എങ്ങനെ? ഓക്കേ. അപ്പം തരാമേ ഇപ്പൊ. ഓക്കെ ഓക്കെ. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെയാണ്. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞ് അത് തണുത്ത ശേഷമേ അപ്പച്ചട്ടി കഴുകത്തുള്ളൂ. കഴുകിയിട്ട് പിന്നെ അത് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുകയോ ഗ്യാസിൽ വെച്ച് അതിൻ്റെ ആ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം എണ്ണ തടവിയിട്ട് ഞാൻ അങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുക്കുന്ന സമയത്തൊന്ന് കഴുകിയെടുക്കും. അങ്ങനെ എടുക്കണോണ്ടാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് അപ്പം ഇളകി കിട്ടുന്നത് കണ്ടോ. അപ്പം 3-4 അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എണ്ണ തടവിയില്ലെങ്കിൽ ഇളകി വരും. പിന്നെ അത് ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഇരുമ്പ് ചട്ടിയല്ലേ, ചെറുതായിട്ട് എണ്ണയെന്ന് തടവി കൊടുത്ത ശേഷം മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞാൻ എപ്പോഴും ചോദിക്കും. എനിക്ക് ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ അപ്പം ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പറയട്ടെ. പിന്നെ ചിലർക്ക് നോൺ സ്റ്റിക്ക് ആയിരിക്കും ഇഷ്ടം. എന്തോ എനിക്ക് നോൺ സ്റ്റിക്കിൽ അപ്പം ചുടുന്നത് ഇഷ്ടമേ ഇല്ല. രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഇറച്ചി ഞാനിവിടെ ഡ്രൈ ആയപ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാറൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നിസാർക്കാക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചാറ് വേണം എന്നൊന്നും. ഇങ്ങനെ ചൂടോടുകൂടി കൊടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേണ്ട അപ്പം ശരിക്കും നല്ല രീതിക്ക് ഇളകി വരുന്നുണ്ടേ. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇളകിയിട്ടില്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടൊന്ന് പറയണേ. ഇന്ന് ഒറ്റയ്ക്കാണ് നിസാറയ്ക്ക് ആഹാരം കഴിക്കുന്നത്. കാര്യം എന്താണ്? കാരണം എന്താ ഈ കൊച്ചു കുരുപ്പുണ്ടല്ലോ, ആഹാരം കഴിച്ചിട്ടില്ല. അതിങ്ങനെ നടക്കുന്നത് കാരണം അതിന് ആഹാരം കൊടുത്തിട്ടേ ഫാബിയോള് വരൂ. നിസാറിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്നറിയാവോ? ഗോതമ്പൂട്ട്. എന്തുകൊണ്ട് ഗോതമ്പൂട്ട് ഇഷ്ടം? സനക്കുട്ടി ഇങ്ങ് വന്നേ. സനക്കുട്ടി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അവിടെ നിന്നേ, അവിടെ ഇരുത്തിക്കേ ഫാബി. സനക്കുട്ടി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സനക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അമ്മ വെളിയിൽ കഴിക്കാന്ന് അല്ലേ? അതായത് വെളിയിൽ കൊണ്ടുപോയി അപ്പം കൊടുക്കാന്നാണ് ഈ പറയണത്. സനക്കുട്ടി നല്ല കുട്ടിയായിട്ടൊന്ന് പാൽ കുടിച്ചേ നോക്കട്ടെ. പൂ തരാം, എളുപ്പം കുടിച്ചേ. ഞാൻ കാണിച്ചു തരാം. ഉമ്മ തരാം. ഇതാ അത് പൂ പറിച്ചോ? ഇതെന്ത് പൂവാ? ഈ പൂവിന്റെ കളർ എന്താ? വൈറ്റ്. എന്താ മോളെ? വൈറ്റ്. അയ്യോ, മണപ്പിച്ചൂടാ മോളെ, അങ്ങനെ മണപ്പിച്ചൂടാ. ചിലപ്പോ അതിന്റെ അകത്ത് ഈ വണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മണപ്പിക്കരുത്. മണപ്പിക്കരുതടാ. വിട്ടെ. ഇത് കയ്യിലെന്താ? എന്ത് പൂ? എന്ത് പൂ? പൂവിന്റെ അടുത്ത് ആര് വരും? ബട്ടർഫ്ലൈ. ആര് വരും മോളെ? ബട്ടർഫ്ലൈ. പറ. അപ്പോൾ അതാ 11 മണിയൊക്കെ ആയപ്പോഴേക്ക് ഫേബറിന്ന് ആള് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കുക്ക് ചെയ്തോണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഗ്യാസ് അവിടെ ചൂടായിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന്. തീരെ ഫ്ലെയിം ഉണ്ടായിരുന്നില്ല കേട്ടോ. 3-4 പ്രാവശ്യമായി. ഇപ്പം ഓരോരുത്തർ വന്നിട്ട് ഇതില് എന്തോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഇത് മാറ്റണം അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ട് പോവും. പിന്നെ ആരെയും കാണാറുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്രാവശ്യം ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ആഴ്ച തന്നെ വരാമെന്ന്. അങ്ങനെ ഇപ്പം ഇന്ന് വന്നു. അപ്പം അത് എല്ലാം ഒന്ന് അഴിച്ച് നോക്കണം. അന്ന് പോയപ്പോഴേക്ക് തന്നെ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരാൾ തന്നെ നമുക്ക് അടുപ്പിച്ച് വരികയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടാ. ഇപ്പം എഴുതിക്കൊണ്ട് പോകുന്ന ഒരാളും വരുന്നത് വേറൊരാളാവുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
അപ്പോൾ അങ്ങനെ ഇപ്പം അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത്. ഇതിപ്പം കാണുമ്പം വളരെ എളുപ്പമെന്ന് തോന്നിയാലും ഞാൻ പിന്നെ ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തോണ്ട് നിന്നില്ല കേട്ടാ. ഇത്തിരി പണി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എന്തൊക്കെയോ മാറ്റി വെച്ചു. അതുകൊണ്ട് ഗ്യാസ് ഇപ്പം നല്ലതുപോലെ കത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി തന്നെയാണ്, ഫ്ലെയിമിന് നല്ല ഫ്ലെയിം വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതാ ഇതുകൊണ്ടാണ് നിസാറിക്ക പറയണത്, ഒരു സർവീസ് കഴിഞ്ഞില്ലേ കാര്യം. വെറുതെ നീ ഒരു ഗ്യാസ് ഇതാണെന്നും പറഞ്ഞിട്ട് പുതിയൊരു ഗ്യാസ് വാങ്ങി വെക്കുമ്പോൾ രൂപ എത്ര കളയുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് ശരി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും എന്തായാലും ബ്രാൻഡ് സാധനം തന്നെ വാങ്ങിക്കാവൂ കേട്ടോ. കാരണം ഈ ഒരു ഇതെന്നൊക്കെ ഗ്യാസ് എന്നൊക്കെ പറയണത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ലേ. ലോക്കലൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പണി കിട്ടും. എനിക്കറിയാം, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് പൈസ പോയാലും നമ്മൾ ബ്രാൻഡ് ഐറ്റം മാത്രമേ, അതാവുമ്പം സർവീസ് ഉണ്ട്, പിന്നെ ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പം ഗ്യാസ് അവിടെ ശരിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നേ. ഇതാ കണ്ടോ, ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലൈമറ്റ് കേട്ടോ. എന്നാൽ വെയിൽ വന്നാൽ നല്ല ചൂടുമാണ്. വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മാറ്റി വെക്കാം. ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ പുറത്തിരുന്നാണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മാരിനേഷൻ ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റിയാലും മതി. പിന്നെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് മുഴുവനെയുള്ള കുരുമുളകും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുഴുവനുള്ള മല്ലി ഉണ്ടല്ലോ അതും, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുന്നുണ്ട്. പിന്നെ തീ ഒന്ന് കുറച്ച ശേഷം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. കാരണം ഇത് പാനിൽ കിടന്ന്, പ്രത്യേകിച്ച് ഈ കാസ്റ്റ് അയൺ പാനിലൊക്കെ നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക മണമാണ് കേട്ടോ. അപ്പം നമുക്കിത് ചതച്ചെടുക്കണം. തരിതരിപ്പായിട്ട് ചതച്ചാണ് എടുക്കാനുള്ളത്. ഇപ്പം മിക്സി, ഇതിപ്പോൾ കല്ലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അതാണ് ഇതിനെ ഒന്ന് സ്പെഷ്യൽ ആക്കുന്നത് കേട്ടോ. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്ക് 1 ടീസ്പൂണോളം ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്നല്ലേ ഇത് മൂക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഒരുപാട് ഗ്രേവി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല. എന്നിട്ട് നമുക്കത് മൂടി വെച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ മൂടി തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. കാരണം വെള്ളം നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, അതിൽ നിന്ന് തന്നെ ചാറ് ഊറി വരും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന തരിതരിപ്പായിട്ട് പൊടിച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സവാള സ്ലൈസ് ചെയ്തത്, ഞാനിവിടെ ഒരു 3 സവാളയാണ്, തീരെ കനം കുറച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് സ്ലൈസ് ചെയ്ത് എടുത്തത്. അതും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം എല്ലാം ചേർത്ത് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, കാണുമ്പം തന്നെ അറിഞ്ഞൂടെ, ആകെ നമുക്ക് ആ ഒരു മസാല ഒന്ന് വറുക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും. കാരണം ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് പുറകെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കുമ്പം തക്കാളി ഒന്നും ചേർക്കണ്ട കേട്ടോ. തക്കാളി ചേർക്കണ്ട, വെള്ളം ചേർക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൂടി വെച്ചു കൊടുക്കുകയാണെ. വീണ്ടും ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂടിയൊന്ന് മാറ്റി ഇതാ നമ്മളുടെ ചിക്കൻ നല്ല കുറിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് വീഡിയോ എടുക്കാനൊന്നും പോയില്ല. കാരണം കുറേ പ്രാവശ്യം ഞാനിത് കാണിച്ചിട്ടുള്ളതാണെന്നേ.
അപ്പോൾ ഇതാ കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് മാവ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറിലേറെ ആയി കേട്ടാ. പിന്നെ നമുക്ക് വേറെ ഇത് പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. മാവൊന്നും തൂവിയ ശേഷം ഒന്ന് പരത്തിയെടുക്കാം. പല തരത്തിൽ നാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീറ്റ് നാനാണ് കേട്ടോ, ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ള എള്ളും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇതിൻ്റെ മീതെ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതല്ല, നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ മല്ലിയിലയോ പാഴ്സലി ലീഫോ ഉണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ മാവിൻ്റെ കൂടെ കുഴച്ചെടുക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആ മാവിൻ്റെ ഒരു സൈഡിൽ ഞാൻ വെള്ളം തേച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ശരിക്കും വളരെ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പം ഈ പാൻ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇത് ഞാൻ നാൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന പാനാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ വീണ്ടും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്തായാലും ഭയങ്കര മണമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു നാന്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാനാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതിയേ, ഞാൻ കാണിച്ചു തരാം ഇനി ഉണ്ടാക്കും. അതാ കണ്ട, അടിഭാവൊന്നും കരിഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് നാൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ കിട്ടു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാനിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് ഇഷ്ടം എന്ന് കൂടി പറയുക കേട്ടോ. ചിലർക്ക് ചില്ലി ചിക്കൻ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ. എന്തായാലും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തന്തൂർ അടുപ്പ് വേണം എന്നൊന്നുമില്ല, പ്രഷർ കുക്കർ വേണം എന്നില്ല. ഇതുപോലൊരു പാൻ മാത്രം മതി നമുക്ക് ഇതുപോലൊരു നാന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കാൻ മറന്നേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാരങ്ങാച്ചാർ കാണിച്ചില്ലേ, ആരൊക്കെ ട്രൈ ചെയ്തു? കുറേ പേർക്ക് സംശയം കയ്പ്പ് വരുമോ എന്നുള്ളത്. കയ്പ്പൊന്നും വരത്തില്ല, അടിപൊളി നാരങ്ങാച്ചാർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ നാനെല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നോടി പറയണം കേട്ടോ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.